ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ PVSൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ദ റോഡ് ടു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ചാപ്റ്ററാണ്. 19 January 1915 morning, an unusual crowd has gathered at Apollo Bandar Harbour, Bombay. People are waiting for the arrival of a foreign ship. An important person is arriving in the ship. All have come there to welcome him. The ship reached the shore. A tall, lean man in a long coat and turban walked out of the ship towards the crowd. Who is the great man? That is Gandhiji. അപ്പോൾ ഗാന്ധിജി ബോംബെയിലെ അപ്പോളോ തുറമുഖത്ത് 1915 വന്ന ഒരു കഥയാണല്ലേ നമ്മൾ കേട്ടത്. അപ്പം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വളരെ ദുരിതപൂർണമായിരുന്നു അല്ലേ. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ദ ബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ, ത്രെട്ടണിങ് ആൻഡ് കില്ലിംഗ് ഹെയർ ഇന്ത്യൻസ്. വി വെയർ ഫോഴ്സ്ഡ് ടു ഒബേ ഓൾ ദെയർ റൂൾസ്. Gandhiji exhorted the people to stand united against the harassment and injustice of British rules. He devised new means of protest like സത്യാഗ്രഹ for the fight against the British. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊന്നും കൊല്ലിച്ചു ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഭരിച്ചു. അവരുടെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കണമെന്ന് നമ്മൾ നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കെതിരെ ഗാന്ധിജി സ്വീകരിച്ച പുതിയ സമരമുറയായിരുന്നു സത്യാഗ്രഹം. ഗാന്ധിജി സിമ്പിൾ വേ ഓഫ് ലൈഫ്, പ്ലീസിംഗ് സ്പീച്ച്, ദിസ് വാസ് ഇനഫ് ഫോർ ഹിം ടു ക്യാപ്ചർ ദ മൈൻഡ് ഓഫ് ഓർഡിനറി പീപ്പിൾ. ഗാന്ധിജിയുടെ ലളിതമായ ജീവിതം, ഹൃദ്യമായ സംസാരം സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം നേടാൻ ഇത് ധാരാളമായിരുന്നു. Then people supported him with a great enthusiasm. This mass support raised him to the leadership of the Indian National Congress. Consequently, the Indian freedom struggle became a constructive mass movement rooted in the non-violence. തുടർന്ന് നിർമ്മാണപരവും അഹിംസയിൽ അടിയുറച്ചതുമായ ബഹുജന സ്വരമായി ഇന്ത്യ സ്വാതന്ത്ര്യ സമരം മാറി. നെക്സ്റ്റ്, സത്യാഗ്രഹം. സത്യാഗ്രഹ മീൻസ് ഹോൾഡിംഗ് ഓൺ ടു ട്രൂത്ത്. നെവർ അക്സെപ്റ്റ് എനിത്തിങ് ഈവിൾ, ഓപ്പോസ് ഇറ്റ്. ഹൗവർ, ഡു നോട്ട് യൂസ് വയലൻസ് വൈൽ ഓപ്പോസിംഗ്, നെവർ ഗിവിംഗ് അപ്പ് നോൺ വയലൻസ്. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുക്ക പിടിക്കുക എന്നാണ് അർത്ഥം. തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത്, എതിർക്കുകയും വേണം. ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത്, അഹിംസ കൈവിടിയരുത്. ദ ഫസ്റ്റ് സ്ട്രഗിൾ ഓഫ് പെസൻസ്, ആദ്യ സമരം കർഷകർക്കായി. ദ പെസൻസ് ഓഫ് ദി ചമ്പാരൻ വില്ലേജ് ഇൻ ബീഹാർ വെയർ ഇൻ ദ ഗ്രേറ്റ് മിസ്റ്ററി. ദേ വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ ഇൻ മോസ്റ്റ് ഓഫ് ദെയർ ഫീൽഡ് ആൻഡ് സെൽ ഇറ്റ് അറ്റ് റേറ്റ് ഫിക്സഡ് ബൈ ബ്രിട്ടീഷ് ലാൻഡ് ഓവേഴ്സ്. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ വലിയ കഷ്ടപ്പാടിലായിരുന്നു. അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറേ ഭാഗത്ത് നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾക്ക് നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും കർഷകർ നിർബന്ധിതരായി. ലേറ്റർ ദീസ് ബ്രിട്ടീഷ് ലാൻഡ് ഓവേഴ്സ് levied excess taxes too. This after each harvest, the farmers become more and more debt-ridden. Hearing about their hardship, Gandhiji and his followers reached Chambare. The Gandhiji led a satyagraha struggle against British and set to the peasants free from misery. അപ്പോൾ എന്തായി, ഇവരുടെ രീതിക്ക് കൃഷി ചെയ്യുകയും അതിൽ അവർ അധികമായി ബ്രിട്ടീഷുകാർ നികുതി ഈടാക്കുകയും ചെയ്തു. വിളവെടുപ്പ് കഴിയുന്തോറും കർഷകർ കൂടുതൽ ദുരിതത്തിലായി. ഈ ഒരു പ്രയാസങ്ങൾ ഗാന്ധിജി അറിയുകയും ഇവർ ചമ്പാരനിലെത്തുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരത്തിലൂടെ ഇവർ കർഷകരെ വിമുക്തരാക്കുകയും ചെയ്തു. Some other struggles are led by the Gandhiji as the Kheda Satyagraha and the Ahmedabad textile mill strike. The Kheda Satyagraha demanded that the taxes imposed on the peasants should be reduced when the yield are low. The Ahmedabad textile mill strike was for the rising wages. All the Satyagraha led by Gandhiji were victories. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരുപാട് അനേക സമരങ്ങൾ നടന്നു. അതിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങളാണ് ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. വിളവ് മോശമായി സമയത്ത് കർഷകരുടെ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടായിരുന്നു ഖേഡ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടിയും ആണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ സമരങ്ങൾ നടത്തിയത് വിജയകരവുമായിരുന്നു. ഇപ്പം നമ്മളൊരു 3 സത്യാഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചല്ലേ, ചമ്പാരൻ, ഖേഡ, അഹമ്മദാബാദ്. അപ്പം ഈ 3 സത്യാഗ്രഹങ്ങളിലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് വെച്ചാണ് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഫില്ല് ചെയ്ത കോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. അതുപോലെ നിങ്ങൾ ഇതുപോലത്തെ 2 കോളങ്ങളും ഫില്ല് ചെയ്യണം. The British cruelty, British ക്രൂരത. The British introduced an act which gave them power to arrest and imprison anyone they wanted without trial for any length of time. They suppressed to the peaceful protest lead Gandhiji against this act and arrested him. ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കും.
ഈ നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമരങ്ങളെ അവർ അടിച്ചമർത്തി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ലേറ്റർ ദ ബ്രിട്ടീഷ് അൺലീഷ്ഡ് ആൻഡ് ക്രുവാലിറ്റി ഓഫ് ദ ഇന്ത്യൻസ് ദ പ്ലേസ് നോൺ ആസ് ജാലിയൻ വാലാബാഗ് ഇൻ പിന്നീടാണ് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ വലിയ ക്രൂരത അരങ്ങേറിയത്. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഒറ്റ പ്രവേശമാർഗം മാത്രമുള്ള ഒരു വലിയ മൈതാനം. അവിടെ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു സമ്മേളനം നടക്കുകയാണ്. പെട്ടെന്നാണ് വെടിയൊച്ച കേട്ടത്. ഒന്നിനു പിറകെ മറ്റൊന്ന്. തുരുതുരേ വെടിമരുന്നു ശാലകൾക്ക് തീ പിടിച്ചതുപോലെ പരിഭ്രാന്തരായ ആളുകൾ പരക്കം പാഞ്ഞു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മുറിവേറ്റവർ അതിലേറെ. ഇന്ത്യൻ മനസാക്ഷി നടുക്കിയ ഈ ദുരന്തം നടന്ന 1919 ഏപ്രിൽ 13 ആയിരുന്നു. ഓൺ ഹിയറിംഗ് ദിസ്, Gandhiji wished to reach Jallianwala Bagh as soon as possible, but the British army did not allow him to ever enter this Punjab. This disappointed Gandhiji furthermore. ഈ പോർഷനിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്താണ് ജാലിയൻവാലാ ബാഗ്, എന്നാണ് ജാലിയൻവാലാ ബാഗ് നടന്നത്, അതിന്റെ കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചരിത്രമാണ്, കുറച്ച് പാടാണ്, പിന്നെ കുറച്ച് ബോറിംഗ് ഒക്കെയാണ്. എങ്കിലും ഒരു കഥ കേൾക്കുന്ന പോലെ ഇതൊന്ന് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് എഴുതാനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ടുകൾ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ എല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്